കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചി ചരിത്രവും പൈതൃകവും പ്രകൃതി സൗന്ദര്യവും ആധുനിക വികസനവും ഒരുമിച്ച് ചേർന്ന ഒരു അതുല്യ നഗരമാണ്. ഈ മനോഹര നഗരത്തെ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ അനുഭവിക്കാനുള്ള അവസരമാണ് കൊച്ചി സൺസെറ്റ് ക്രൂസ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ സായാഹ്ന അനുഭവങ്ങളിൽ ഒന്നായ ഈ യാത്രയിലേക്ക് നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. സൂര്യാസ്തമയത്തിന്റെ സ്വർണ്ണപ്രകാശത്തിൽ തിളങ്ങുന്ന കൊച്ചി മറൈൻ ഡ്രൈവിന്റെ അതിമനോഹരമായ സ്കൈ ലൈൻ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അറബിക്കടലിന്റെ വിശാലതയിലൂടെ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ പതുക്കെ ചക്രവാളത്തിന് പിന്നിലേക്ക് മറയുന്ന അതുല്യ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ആകാശവും കടലും സ്വർണ്ണ നിറത്തിലും ഓറഞ്ച് നിറത്തിലും ചുവപ്പ് നിറത്തിലും ലയിച്ചു ചേരുന്ന ആ കാഴ്ചകൾ ഒരിക്കൽ കണ്ടാൽ ജീവിതകാലം മുഴുവൻ മനസ്സിൽ നിലനിൽക്കും. അത്തരമൊരു അവസ്മരണീയ അനുഭവത്തിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത്. കൊച്ചിയിൽ ഒരു സായാഹ്നം എങ്ങനെ ചെലവഴിക്കാം, നഗരത്തിലെ പ്രധാന ആകർഷണങ്ങൾ എന്തൊക്കെയാണ്, കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ആസ്വദിക്കാൻ പറ്റിയ ഒരു വ്യത്യസ്ത അനുഭവം എവിടെ ലഭിക്കും എന്നൊക്കെ അന്വേഷിക്കുന്നവർക്ക് കൊച്ചി സൺസെറ്റ് ക്രൂസ് ഏറ്റവും മികച്ച സെലക്ഷനാണ്. കൊച്ചിയുടെ ഹൃദയഭാഗമായ മറൈൻ ഡ്രൈവിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. സായാഹ്ന സമയത്ത് സജീവമാവുന്ന മറൈൻ ഡ്രൈവർ സ്വദേശികളുടെയും വിനോദസഞ്ചാരികളുടെയും പ്രിയപ്പെട്ട കേന്ദ്രമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വിശാലവും സൗകര്യപ്രദവുമായ മിനാർ ക്രൂസിൽ കയറുന്നത്. നഗരത്തിന്റെയും കായലിന്റെയും കടലിന്റെയും വിശാലമായ കാഴ്ച ആസ്വദിക്കാൻ കഴിയുന്ന ഓപ്പൺ എയർ അപ്പർ ഡെക്കും പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത സുഖപ്രദമായ ലോവർ ഡെക്കും ഈ ബോട്ടിന്റെ പ്രത്യേകതയാണ്. വൈകുന്നേരം 5:30 ആരംഭിക്കുന്ന ഈ യാത്ര ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിൽക്കും. രാത്രി 7:00 തിരികെ മറൈൻ ഡ്രൈവിൽ എത്തുമ്പോഴേക്കും കൊച്ചിയുടെ പ്രകൃതി ഭംഗിയും ചരിത്രവും സമുദ്ര പൈതൃകവും രാത്രി സൗന്ദര്യവും ഒരുമിച്ച് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കും. മറൈൻ ഡ്രൈവ് പിന്നിലാക്കി ബോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ കൊച്ചിയുടെ നിരവധി പ്രശസ്ത കാഴ്ചകൾ ഒന്നൊന്നായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ശാന്തമായ കായൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ ബോൾഗാട്ടി പാലസ്
ആദ്യമായി ശ്രദ്ധ ആകർഷിക്കുക. ഡച്ച് ഭരണകാലത്തിന്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഈ കൊട്ടാരം ഇന്നും കൊച്ചിയുടെ പൈതൃകത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. യാത്ര തുടരുമ്പോൾ കൊച്ചിയിലെ വിവിധ ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന യാത്രാ ബോട്ടുകളും ഫെറികളും കാണാം. ജലഗതാഗതം ഇന്നും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്ന ഇന്ത്യയിലെ അപൂർവ നഗരങ്ങളിലൊന്നാണ് കൊച്ചി. ഈ ബോട്ടുകൾ നഗരത്തിന്റെ ജീവസ്പന്ദനത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ദൂരെയായി കായത്തീരത്ത് ആഡംബരത്തിന്റെ പ്രതീകമായി തല ഉയർത്തി നിൽക്കുന്ന ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി ബോൾഗാട്ടി ഹോട്ടലും കാഴ്ചയിൽ വരുന്നു. ഈ യാത്രയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചകളിലൊന്നാണ് വല്ലാർപാട് ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെയ്നർ തുറമുഖങ്ങളിൽ ഒന്നായ ഈ ടെർമിനൽ രാജ്യാന്തര വ്യാപാരത്തിൽ കൊച്ചിയുടെ നിർണായകമായ സ്ഥാനത്തെ പ്രതിഫലിപ്പിക്കുന്നു. വൻ ക്രെയിനുകളും കണ്ടെയ്നറുകളും കപ്പലുകളും കാണുമ്പോൾ കൊച്ചിയുടെ സാമ്പത്തിക ശക്തി നേരിട്ട് നമുക്ക് അനുഭവിക്കാനാകും. യാത്രയിലുടനീളം ഒരു പരിചയസമ്പന്നനായ ഗൈഡ് കൊച്ചിയുടെ ചരിത്രവും സംസ്കാരവും പ്രധാന കാഴ്ചകളും സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. വിവിധ ഭാഷകളിൽ വിവരണം നൽകാൻ കഴിയുന്നതിനാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും വിദേശ സന്ദർശകർക്കും ഈ അനുഭവം കൂടുതൽ ആസ്വാദികരമാവുന്നു. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഫോർ യു ഗൈസ്. ഓക്കെ, ഒന്നാമത്തേത്, നിങ്ങൾ കുട്ടികളെ എടുത്തുകൊണ്ട് റെയിലിങ്സിനോട് ചേർന്ന് നിൽക്കരുത്. പ്ലീസ് ഡു നോട്ട് ക്യാരി യുവർ ചൈൽഡ് ക്ലോസ് ടു ദ റെയിലിങ്സ്. ഓക്കെ, അതുപോലെ ഇവിടെ ഇരിക്കുന്നിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റേയേഴ്സിന്റെ അടുത്തേക്ക് ചെറിയ കുട്ടികളെ വിടരുത്. അത്യാവശ്യം നല്ല സ്ലോപ്പ് ആയിട്ടുള്ള സ്റ്റേയേഴ്സ് ആണ്. ഓക്കെ, സോ ഐ വാണ്ട് ദ പാരന്റ്സ് ടു ബി റിയലി കെയർഫുൾ ദാറ്റ് പ്ലീസ് ഡു നോട്ട് ലീവ് യുവർ ചൈൽഡ് അൺഅറ്റൻഡഡ് നിയർ ദ സ്റ്റേയേഴ്സ്. ഓക്കെ, ദ സ്റ്റേയേഴ്സ് ആർ ക്വൈറ്റ് സ്ലോപ്പ് and I want the parents to be really careful regarding that. അല്പസമയത്തിന് ശേഷം കൊച്ചിയിലെ പ്രതീകമായ പ്രശസ്തമായ ചീനവലകൾ നമ്മുടെ കാഴ്ചയിലെത്തുന്നു. നൂറ്റാണ്ടുകളായി കൊച്ചിയിലെ തീരപ്രദേശത്തിന്റെ ഭാഗമായ ഈ ചീനവലകൾ നഗരത്തിന്റെ സമുദ്ര പൈതൃകത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ്. സന്ദർശന ഭാഗം അവസാനിച്ചതോടെ യാത്രയുടെ അന്തരീക്ഷം മാറിത്തുടങ്ങുന്നു. ലൈവ് സംഗീത പരിപാടികൾ ആരംഭിക്കുകയും മലയാളം, ഹിന്ദി, തമിഴ് ഗാനങ്ങൾ യാത്രക്കാരുടെ ഇഷ്ടാനുസരണം അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. കടൽ കാറ്റും സംഗീതവും സായാഹ്നത്തിന്റെ സൗന്ദര്യവും ഒന്നിച്ചു ചേരുമ്പോൾ ബോട്ടിലെ ഓരോ നിമിഷവും ആഘോഷമാകുന്നു. അറബിക്കടലിലേക്ക് കൂടുതൽ സഞ്ചരിക്കുമ്പോൾ സൂര്യാസ്തമയത്തിന്റെ മനോഹര കാഴ്ചകൾ നമ്മെ വിസ്മയിപ്പിക്കുന്നു. ആകാശത്തിന്റെ നിറങ്ങൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു. മടക്കയാത്ര ആരംഭിക്കുമ്പോഴാണ് ആഘോഷങ്ങളുടെ യഥാർത്ഥ സമയം. പൂർണ്ണമായി എയർ കണ്ടീഷൻ ചെയ്ത ലോവർ ഡെക്കിൽ DJ സംഗീതം ആരംഭിക്കുന്നു.
സംഗീതത്തിന്റെ താളത്തിനൊത്ത് യാത്രക്കാർ നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രാത്രി പതിയുമ്പോൾ കൊച്ചി നഗരം പ്രകാശങ്ങളുടെ നഗരമായി മാറുന്നു. വീണ്ടും അപ്പർ ഡെക്കിലേക്ക് മടങ്ങുമ്പോൾ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന നഗര വെളിച്ചങ്ങൾ, പ്രകാശഭരിതമായ കെട്ടിടങ്ങൾ, തുറമുഖത്തിലെ ലൈറ്റുകൾ എന്നിവയുടെ അതുല്യമായ കാഴ്ചകൾ നമ്മെ വിസ്മയിപ്പിക്കുന്നു. പ്രത്യേകിച്ച് വല്ലാപാടം കണ്ടെയ്നർ ടെർമിനൽ രാത്രിയിൽ പ്രകാശത്തിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ച അതിശയകരമാണ്. വൈകുന്നേരം കണ്ട അതേ സ്ഥലത്തിന്റെ രാത്രിയിലെ രൂപം പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഈ മാറ്റം നേരിൽ കാണുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. പ്രകൃതിയുടെ സൗന്ദര്യം, കടൽ യാത്രയുടെ ആവേശം, സംഗീത വിനോദങ്ങൾ, ചരിത്രത്തിന്റെ സ്പർശം, നഗരത്തിന്റെ രാത്രി സൗന്ദര്യം, ഇവയെല്ലാം ഒരുമിച്ച് സമ്മാനിക്കുന്ന അനുഭവമാണ് കൊച്ചി സൺസെറ്റ് ക്രൂസ്. കേരളം സന്ദർശിക്കുന്ന ഏതൊരു വിനോദസഞ്ചാരിക്കും അല്ലെങ്കിൽ സ്വന്തം നഗരത്തെ പുതിയൊരു കാഴ്ചപ്പാടിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കൊച്ചിക്കാരനും കൊച്ചിക്കാരിക്കും തീർച്ചയായും അനുഭവിക്കേണ്ട ഒരു യാത്ര. കൊച്ചിയുടെ ജലപാതകളിലൂടെയുള്ള ഈ മനോഹരമായ സായാഹ്ന യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് നിങ്ങൾക്ക് ഏവർക്കും നന്ദി. കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യവും കൊച്ചിയുടെ അതുല്യമായ കാഴ്ചകളും നിങ്ങൾ തീർച്ചയായും ആസ്വദിച്ചുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.